ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഛർദിയും വയറിളക്കമൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ചാച്ചിയമ്മയുടെ അടുത്തേക്ക് വന്ന് ഞാനും അമ്മച്ചും കൂടെ കുറച്ച് ദിവസത്തേക്ക് ലീവ് ആണട്ടോ. എനിക്ക് ഒട്ടും വയ്യ, വയറ് ലൂസ് മോഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് വണ്ടി കയറി ഇത്രയും ലോങ് യാത്ര ചെയ്യണമല്ലോ, അതുകൊണ്ട് വണ്ടി കയറി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മച്ചി ഇവിടെ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ ഇങ്ങ് പോകുന്നു. അപ്പോൾ എന്തെങ്കിലും കവാത്തൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങ് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാച്ചിയമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതല്ലേ ചാച്ചിയമ്മ. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാൻ തുടങ്ങുവാണേ. അങ്ങനെ ഞാൻ ജോലിക്കല്ല, താഴെ കവാത്തെടുക്കാൻ റെഡി ആയിട്ടോ. ഇനി നമുക്ക് നല്ല മഴ ലക്ഷണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ചൂടണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ലോണ് അടയ്ക്കാനുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇപ്പം മന്തിൻ്റെ ആകുമ്പോൾ ലോണാണ്. ഇത് ഈ പ്രാവശ്യമായാലും കുറേ എന്താ പറയുക ഹോസ്പിറ്റൽ കേസും അതും ഇതൊക്കെ ആയിട്ട് നമ്മുടെ കാര്യമൊക്കെ ഷോക്കായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വയ്യായ്ക്ക് വെച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വയ്യ എനിക്കെങ്കിലും ചെറിയതായിട്ട് പനിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മളെന്തായാലും പോയി ഇതൊക്കെ ചൂടി ഒന്നുകൊണ്ട് നമുക്ക് മഴയൊന്നും നനയില്ല. പോയി കവാത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചൂടുന്നല്ലേ? ചാച്ചിയമ്മയുടെ ഷർട്ടാട്ടെ, കുഞ്ഞി ഷർട്ട്. 100 രൂപയ്ക്കൊക്കെ ഷർട്ട് കിട്ടില്ലേ? പറ്റിങ്ങി പോകാം. ചെറിയ ഷർട്ട് നമ്മളാണ് ആ കയ്യോട് ഇരുന്നിടാണ്ട് ശരിയല്ലേ കല്ലിന് കഴിയാണ്. അങ്ങനെ ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടേ. റെയിൻകോട്ട് ഇട്ടാണ് ഞാൻ പണിയാൻ പോകുന്നത്. വളരെ സുരക്ഷിതമായിട്ടാണ് പോകുന്നത്. എനിക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മള് കൊറോണയൊക്കെ ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഞാൻ പോയി കവാത്തെടുക്കട്ടെ. നമുക്ക് കത്തിയൊക്കെ ഉണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ വയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തീരെ വയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ കിടക്കാവൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ചാച്ചിയമ്മേനെ പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ കത്തി എടുത്താ എന്തേ? കത്തി കട്ടിരിക്കും. ഒരൊന്നുമില്ല. അതെ, അമ്മച്ചി കൊടുത്തേക്കോട്ടെ ഒരു ഷീറ്റ്. എവിടെ തീർത്തേക്കുന്നേ? നമുക്ക് നല്ല മഴ ലക്ഷണം കണ്ടണ്ട, ഈ ഇരുണ്ട് മൂടി കിടക്കും. അപ്പോൾ നമ്മൾ താഴ്ത്തി എടുത്തു നമ്മൾ അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോട്ടെ. ഞാൻ അയ്യോ എന്ന് പറഞ്ഞു നിന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ തന്നെ ഡ്രസ്സിൻ്റെ സൗണ്ട് കേട്ടിട്ടാട്ടോ ഞാൻ അയ്യോ എന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോങ് ഞാൻ ട്രാവൽ ചെയ്തോണം. കാരണം എനിക്ക് ലൂസ് മോഷനും ഉള്ളതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പോകാത്തത്. അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, ഭയങ്കര മഴയുമാണേ. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ മഴ ഇത് ചൂടിയേക്കുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അമ്മയുടെ ഫോൺ മാത്രം സേഫ് ചെയ്താൽ മതി. എൻ്റെ ഫോൺ പിന്നെ വാട്ടർ പ്രൂഫാണ്. എൻ്റെ കയ്യിൽ വെള്ളം വീണാലും കുഴപ്പമില്ലാന്ന്. നല്ല തെന്നിത്തെറിച്ച് കിടക്കും കേട്ടോ. ഇവിടെ പയ്യെ പോയില്ലെങ്കിൽ ആകെ സീനാവും. അയ്യാന്ന് ഞാൻ പറയുന്നില്ല, എന്തോ വൊമിറ്റിംഗ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ക്ഷീണം എന്ന് വെച്ചാൽ അപാര ക്ഷീണമായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ അല്ല, ഇന്നലെ പോയി വൈകുന്നേരം ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം കിടത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇവിടെ കുർല സിറ്റിക്കിലേക്കാണ് വന്നത് കേട്ടോ. അങ്ങനെ കുർല സിറ്റി വന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും വയറുവേനുണ്ട്, അടിവയറ്റിനൊക്കെ ചെറിയ വേദനയുണ്ട്. ഈ വൈറൽ ഫീവറിൻ്റെയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര
വൊമിറ്റിങ്ങും അതുപോലെ ഇതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ പൈസയൊക്കെ ഇനി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ നമുക്ക് വയ്യാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം പണിതാൽ ഒരു 500 രൂപ വെച്ച് കിട്ടിയാൽ 1000 രൂപ ആവുമല്ലോ. അമ്മയും ഞാനും കൂടെ പണിത് പിന്നെ 2000 രൂപ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വീട്ടിൽ വയ്യാന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പം ആശുപത്രി പോയപ്പോഴാണേലും പൈസ കണക്ക് പറയുന്നതല്ല, എങ്കിലും നമ്മുടെ ഓരോക്കെ സിറ്റുവേഷൻസ് പറഞ്ഞതാണ് കേട്ടോ. എന്താ പറയുക, ചപ്പ് മാറ്റിപ്പോയതെയോ? ചപ്പ് മുഴുവൻ മാറണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചപ്പ് വാരിയിട്ടുണ്ടായിരുന്നില്ലേ, കവാത്തെടുത്ത് പോയതും ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി ചപ്പായിട്ടുണ്ട്. ഇതൊക്കെ വാരണം നമ്മൾ. തെന്നാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ മറ്റേ ഇതിൻ്റെ പറയുക ചൊറിയണം. നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയണം. ഇത് തൊട്ട് കഴിഞ്ഞാൽ ചൊറിയുമല്ലോ. ചൊറിയണം എന്ന് പറയും. ചൊറിയണം. ഇവിടെ മുളകിൻ്റെ അകത്ത് മുളകായി തുടങ്ങി. നമുക്ക് പോകുമ്പോൾ പറിച്ചുകൊണ്ട് പോകണം കേട്ടോ. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്തുമാത്രം മുളക് ഞാൻ പറിച്ച് വീതിയിട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ, ചൊറിയണം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചൊറിഞ്ഞ് നിൽക്കേണ്ടി വരും ഇന്ന്. അയ്യോ, ഇതേ ഓക്കേ. വള്ളിയൊക്കെ ഇട്ട് മുറുക്കി കെട്ടി അമ്മ സെറ്റാകണം കേട്ടോ. അമ്മയുടെ ഫോൺ വെച്ചോ. എൻ്റെ ഫോണിലെ ബാലൻസ് തീർന്നിരിക്കുക കേട്ടോ. അത് ചെയ്യാൻ പോലുള്ള നിവൃത്തിയില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും അമ്മയുടെ നെറ്റ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പം നമുക്ക് വേഗം പണി തുടങ്ങാം. അത് ചൊറിയണമുണ്ട് ഇഷ്ടം പോലെ. അതാ ഇത് ചൊറിയണം കണ്ടാ. വീശി വിട്ടാൽ മതി അമ്മ. പറിച്ചു വിടണ്ടേ? പറിക്കണം കേട്ടോ. ചൊറിയണം പറയും. വെക്കുക. അപ്പം നമുക്ക് പറിക്കാം കേട്ടോ. നമ്മൾ കാട് പറിക്കാൻ തുടങ്ങി. രണ്ടു ദിവസം ഞാൻ ഇത്രയും തന്നെ പണിയില്ല. എന്തോരം സ്ഥലം പണിയുന്നില്ല. ഇതാ വെട്ടിക്കൂട്ടാനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറേ ഇവിടെ ഒക്കെ തീർന്നതേ. ഇവിടെ കുറേ വെട്ടിക്കൂട്ടാനുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് തീരെയല്ലോ. 2 ദിവസം കൊണ്ട് തീരുന്നില്ല. കൊച്ചു വെള്ളിയാഴ്ച തീർത്തിട്ടേ നേരത്തെ വന്നാൽ മതി. ശനിയാഴ്ചയല്ലേ പോണേ. ശനിയാഴ്ച നാളെ വൈകുന്നേരം വെക്കാം. തെന്നി വീഴാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. അത് തെന്നി തെറിച്ച് കിടക്കും. കയ്യിൽ ചൊറിയണം തൊട്ടേ നല്ല ചൊറിച്ചിൽ. മധുരക്കിഴങ്ങാണത്. അല്ല, കപ്പയുടെ തലയാ. ഓർക്കം ചെയ്ത് കണ്ട കപ്പയുടെ തല കണ്ടിട്ട് ഞാൻ വിചാരിച്ചൊക്കെ മധുരക്കിഴങ്ങാണ്. എൻ്റെ കത്തി കൊള്ളുകയല്ല കേട്ടോ. കത്തി മേടിച്ചു അമ്മ. അതിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ മേടിക്കും. കൊള്ളിയല്ല കത്തി കയറിയിട്ട്.
അപ്പോൾ എന്തായാലും ഞങ്ങൾ പണിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക, നല്ല പണിയുണ്ട്. ഒരു 3-4 ദിവസത്തേക്കുള്ള പണിയുണ്ട് കേട്ടോ. 3-4 ദിവസം ആകുമ്പോഴത്തേക്കും സെറ്റാവും. കുറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഓഫീസിൽ പോകണം, ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടെ നിന്ന് പണിയൊന്ന് തീർത്ത് കൊടുക്കണം കേട്ടോ. കുറേ ദിവസമായി ഞങ്ങൾ അമ്മച്ചി ഇവിടെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ അച്ചാച്ചൻ മരിച്ച സമയത്ത്. അപ്പോൾ പെട്ടെന്ന് മരിച്ചെന്ന് കേട്ടപ്പോൾ ഞാനും അമ്മയും കൂടെ അങ്ങ് പോയി. അപ്പോൾ 2-3 ദിവസത്തെ പണി പോയല്ലോ. അത് സാരില്ല, അമ്മേനെ കാണത്തില്ല. അപ്പം എന്തായാലും പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടെ പണി കിടക്കുമല്ലോ. ഇനി ഒത്തിരി മഴയാകുമ്പോഴത്തേക്കും നമുക്ക് പാടായിരിക്കും. അതുകൊണ്ട് വേഗം തന്നെ എല്ലാം ഇവിടെ തീർത്തിട്ടങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് തോട്ടത്തിലും പണിയില്ല കേട്ടോ, ആകെ പെട്ടിരിക്കുക. തോട്ടത്തിലും പണിയില്ല, നല്ല മഴയും കാറ്റും ആയതുകൊണ്ടേ. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ വന്നതാണ് ഞങ്ങളുടെ കൊണ്ടുവരുന്നത്. കൊതുകുണ്ട്, നല്ല കൊതുകുണ്ടേ. കൊതുക് കടിച്ചാലുള്ള അവസ്ഥ എൻ്റെ പൊന്നെ. ഇവിടുത്തെ കൊതുക് അത്ര പ്രശ്നമില്ല, ചില സമയത്ത് എനിക്കുള്ളൂ. എന്തായാലും ഞങ്ങൾ പണിയിട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പണി കഴിക്കട്ടെ. ഓക്കെ. അങ്ങനെ നല്ല മഴയായിരുന്നേ കണ്ടോ. അപ്പം ഞാൻ ഈ കത്തിയൊന്ന് മറ്റു വേറെ കത്തി എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ല, എൻ്റെ കൈയും പിന്നെ നമ്മുടെ കാലൊക്കെ ചെളിയൊക്കെ ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനോട്, അതായത് പാടത്തും പറമ്പത്തും വെയിലും മഴയും ഒക്കെ കൊണ്ട് ജോലി ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർ, സഹോദരങ്ങളെല്ലാവരോടും എനിക്ക് റെസ്പെക്റ്റ് തോന്നുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടുള്ള പണിയാണ് കേട്ടോ. വെയിലത്താണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമുണ്ട്. ഈ മഴയത്ത് ഈ എന്താ പറയുക, ഈ അച്ചിള്, പുഴു, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഏലത്തിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ അതൊക്കെ കൈയിട്ട് വാരി അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയോടൊക്കെ ഒരു സത്യം, എത്രയും നാൾ നമ്മളെ വളർത്തി നമുക്കൊരു വിദ്യാഭ്യാസം തന്നു, ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യുന്ന നമുക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഏത് ജോലി ചെയ്യാനും നമ്മൾ എന്താ പറയുക, മടിയില്ലാണ്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഓഫീസിൽ പോയിരുന്ന് സ്ട്രെസ്സാവുന്നേക്കാളും നന്നായി നമ്മുടെ ശരീരം അനങ്ങി ഇവിടെയൊക്കെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഈ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ പോലും ഇതാണ് രസം, ഇതാണ് നമുക്ക് സന്തോഷം. ഇങ്ങനെ പറമ്പൊക്കെ, എനിക്കൊരാഗ്രഹമുണ്ട് കുറച്ച് പറമ്പൊക്കെ ഒന്ന് എടുത്തിട്ട്, ഇപ്പോൾ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒറ്റയ്ക്കൊക്കെ എടുത്തിട്ട് പണിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല വരുമാനമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ പോലും നമുക്കതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എനിക്ക് വേഗം പോയി കത്തി മേടിച്ചുകൊണ്ട് വന്ന് വേറെ മേടിച്ച് താഴെ പോയി പണിയണം. ഫോൺ ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടോ. നല്ല മഴയാണേ കണ്ടോ, മഴ വീഴുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും പോയി കത്തി മേടിച്ചുകൊണ്ട് കേട്ടോ. അത് അപ്പുറം വീട്ടിൽ പോയിട്ടോ വാങ്ങുന്നേ, അപ്പുറം പോയി മേടിച്ചിട്ട്. അങ്ങനെ ഞാൻ കത്തി മേടിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് താഴെ പോയി, ഇതൊന്നും എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനേക്കാൾ ഭേദമാണെന്ന് തോന്നി. അപ്പോൾ ഇതും എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ഫോൺ വെച്ചിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ വാല് തുറക്കണമെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് കഴിയണം. ഞാനൊരു വള്ളി കെട്ടി വെച്ചേട്ടോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇച്ചിരി വെയിൽ വന്നപ്പോഴത്തേക്ക് ഇന്ന് മിറ്റം അടിച്ചിടാന്ന് വെച്ചു. ഇപ്പോൾ 2 ദിവസമായി മിറ്റം അടിച്ചിട്ട്. അപ്പോൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ച്
ക്ലീൻ ചെയ്ത്. ഞാൻ താഴെ പണിതുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ആണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ ഇങ്ങനെ എല്ലാം പൊട്ടിപ്പിടിച്ചിരിക്കും. ഇത് പോകത്തില്ല കേട്ടോ. മഴ പെയ്ത മുറ്റടിക്കാനുള്ള പാടിത. നല്ല മഴയാണേ. മഴ പെയ്ത് ആകെ കൊള്ളയല്ലേമ്മ. അങ്ങനെ ഞാനിതേ ഇതൊക്കെ അതെല്ലാം ഊരി. അയ്യോ നല്ല മഴയായിരുന്നു. മഴയത്ത് ഞാൻ ഇത് കണ്ട മഴ പെയ്യുന്നു. ഫ്രണ്ടിലായിരുന്നു കാട് കുറച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ താഴത്തേക്ക് പോയില്ല. ഞാനൊരു കുഞ്ഞു പാമ്പിനെ കണ്ട്. അത് ഇരുതല മുറിയ. പക്ഷേ ഉണ്ടല്ലോ ഇരുന്ന മുറിയാണേലും പാമ്പല്ലേ. അതെന്താ വെച്ചാൽ ഞാൻ എപ്പോൾ പറമ്പിലിറങ്ങിയാലും ഞാൻ മാത്രമേ പാമ്പിനെ കാണുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ മാത്രമേ പാമ്പ്. അത് പാമ്പെന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം. പേടിയുള്ളവർക്ക് ഇരുതലമുരിയാണേലും പേടിയല്ലേ. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകണം. നമ്മുടെ ചാച്ചിയമ്മയുടെ നല്ല സൂപ്പർ സാമ്പാറും പിന്നെ മറ്റേ ചമ്മന്തി ഉണ്ട് കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. അത് കൂട്ടി നല്ല ചൂടൻ ചോറും അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പരിപാടിക്ക് പോവാം. നല്ല തണുപ്പാണ്. ചായ കുടിക്കുന്നുണ്ടായോ? ഞങ്ങൾ ചായ കുടിക്കട്ടോ. ചായയും ചാച്ചിയമ്മ അവലോസ് വറുത്ത് കേട്ടോ. അതെ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇത് ഇവിടെ ഇരുന്ന പുട്ടുപൊടിയും കൊണ്ട് ചാച്ചിയമ്മ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് മതി. മതി മതി മതി. അയ്യോ വേണ്ട മതി. അപ്പോൾ ഇത് അവലോസ്. പിന്നെ അച്ഛമ്മ കടയിൽ നിന്ന് മേടിച്ചു വന്ന് പരിപ്പ് വട. ഇല്ല തുറന്നു. കുറച്ചങ്ങ് കഴിച്ചാൽ മതി. പയ്യെ പയ്യെ ഇരുന്ന് കഴിക്കാം. ഉണ്ടല്ലോ എൻ്റെ അകത്ത്. അപ്പോൾ അത് പരിപ്പോടെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. പണിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളത്തെയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ എടുക്കണം. നല്ല പരിപാടിയാണ്. അപ്പോൾ ഹായ്, നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങാൻ പോവാണ്. അമ്മച്ചിതി കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.